ഋതു, ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് വിഷ്ണുവേട്ടാ. ഋതു, സഞ്ജു അല്ലേ അത്? നീ ധൈര്യമായി ചെല്ല്. അവൻ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നല്ല പണിയാ ഋതുമോള് ചെയ്തത്. ഇപ്പൊ വരാന്നും പറഞ്ഞു പോയത് എന്നെ പറ്റിക്കാനായിരുന്നല്ലേ? സഞ്ജുവേട്ടൻ മുന്നിൽ നിന്ന് മാറി, എനിക്ക് പോകണം. എന്താ ഋതുമോളെ, എന്റെ കൂടെ പൂച്ചയെ പോലെ ഇരുന്നിട്ടിപ്പോ മോളുടെ വിഷ്ണുവേട്ടനെയും പിന്നെ വേറെ ചിലരെയും ഒക്കെ കണ്ടപ്പോഴുള്ള മോളുടെ ധൈര്യമാണോ ഇത്? സഞ്ജുവേട്ടനോട് മുന്നിൽ നിന്ന് മാറാനല്ലേ പറഞ്ഞത്? നീ അകത്ത് കയറിപ്പോ, ഒരുത്തിനും നിന്നെ തടയില്ല. നിനക്ക് എന്താ സഞ്ജു, ഋതുവിനെ കാണുമ്പോ മാത്രം ഇങ്ങനൊരു പ്രശ്നം? അറിയില്ലടാ, വർഷം കുറെ ആയിട്ടുള്ള പ്രശ്നമല്ലേടാ ഇത്. അതും ഋതുക്കുട്ടിയോട് മാത്രം തോന്നുന്ന ഒരു പ്രത്യേകതരം പ്രശ്നം. കിട്ടേണ്ടതുപോലെ കിട്ടിക്കഴിയുമ്പോ തീരാവുന്നതേ ഉള്ളൂ സഞ്ജുവിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ. അല്ല, അപ്പോ ഡോക്ടറും ഇവരുടെ ഗ്രൂപ്പിൽ അങ്ങ് കൂടിയോ? ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാ. എന്തായാലും നിനക്ക് ഋതുവിനെ കാണുമ്പോ ഇങ്ങനൊരു പ്രശ്നമുള്ള സ്ഥിതിക്ക് ഇതിങ്ങനെ വെച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. അത് വിഷ്ണു പറഞ്ഞത് ശരിയാ. നമുക്കിതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. അപ്പോ രണ്ടാളും കൂടി തീരുമാനമൊക്കെ ഉണ്ടാക്കിച്ചെടുക്കാൻ പോകുവാണോ? ശരി, നമുക്ക് നോക്കാം നിങ്ങളെ കൊണ്ട് ഇതിനൊരു തീരുമാനമാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. വിവേകെ, നീ അവനോട് അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ടായിരുന്നു. അവനെ എനിക്ക് നന്നായി അറിയാം. അവൻ വിചാരിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. നീ അവനോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. വിഷ്ണുവിന് ആ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട. എന്തായാലും അവന്റെ തനി സ്വഭാവം ഇപ്പോ എനിക്കും കൂടി മനസ്സിലായി എന്ന് അവൻ അറിഞ്ഞത് നന്നായി. താൻ അത് വിടു വിഷ്ണു. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ശരിക്കും ഞാൻ എന്തൊരു മണ്ടത്തരായി കാണിച്ചേ. അവരൊക്കെ എന്നെ എത്ര നിർബന്ധിച്ചാലും ഞാൻ ഒരിക്കലും സഞ്ജുവേട്ടന്റെ കൂടെ പോവാൻ പാടില്ലായിരുന്നു. ഇന്ന് തക്ക സമയത്ത് വിഷ്ണുവേട്ടനും ഡോക്ടറും വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം എന്താകുമായിരുന്നു? ഋതു, ആ ഡോക്ടറായിരുന്നോ? താനിപ്പോഴും സഞ്ജുവിനെ പറ്റി ഓർത്ത് നിൽക്കുവാണോ? അല്ലാന്ന് പറഞ്ഞ അതൊരു കള്ളമായിപ്പോ. എടോ, താനിങ്ങനെ അവനെ പറ്റി തന്നെ ഓർത്ത് ടെൻഷനൊന്നും ആവല്ലേ. ഇനി ഇതുപോലെ അവന്റെ കൂടെ ഒന്നും പോവാണ്ടിരുന്നാ മാത്രം മതി താൻ. ഞാനും അത് തന്നെയാ ഡോക്ടറെ ഓർത്തോണ്ടിരുന്നത്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ എന്റെ കാര്യം എന്താകുമായിരുന്നു? എനിക്ക് അയാളെ നന്നായി അറിയാം. എന്തും ചെയ്യാൻ മടിക്കാത്തവനായാള്. എന്തായാലും അരുതാത്തതൊന്നും സംഭവിച്ചില്ലല്ലോ. ഇനിയെങ്കിലും ഇതുപോലുള്ള സാഹചര്യങ്ങള് ഉണ്ടാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം താൻ. ശരി, എന്നാ താനൊന്ന് മൈൻഡ് റിലാക്സ് ആക്ക്. ഞാൻ ചെന്ന് അവന്മാരെ ഒന്ന് നോക്കട്ടെ. ഡോക്ടറെ, എന്താടോ, എന്തു പറ്റി? ഡോക്ടർ എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് അങ്ങ് ഇൻവോൾവ് ചെയ്യുന്നത്? എന്താടോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? വേണ്ട ഡോക്ടറെ, എന്റെ കാര്യത്തിൽ ഇനി ഡോക്ടർ ഇൻവോൾവ് ചെയ്യരുത്. അത് ഡോക്ടറിന് കൂടുതൽ പ്രശ്നങ്ങളെ വരുത്തി വെക്കും. ഋതു, താൻ സഞ്ജുവിനെ ഓർത്തിട്ടാണോ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്? ആരെയും ഓർത്തിട്ടല്ല. എന്റെ കാര്യത്തിൽ ഡോക്ടർക്ക് ഇങ്ങനെ ഇടപെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്കതിന് താല്പര്യവും ഇല്ല.
അതുകൊണ്ട് പ്ലീസ് ഡോക്ടർ ഇനി ഇതുപോലെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വരരുത്. തനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാനായിട്ടിനി ഒന്നിനും ഇടപെടാൻ വരില്ല. എന്നോട് ക്ഷമിക്കൂ ഡോക്ടറെ. എനിക്കറിയാം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഡോക്ടറിന് സങ്കടമായിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പൊ കുറച്ച് സങ്കടപ്പെട്ടാലും സാരമില്ല. എന്റെ കാര്യത്തിൽ ഇനിയും ഡോക്ടർ ഇടപെട്ടാ അത് ഡോക്ടർക്ക് വലിയ സങ്കടങ്ങൾ വരുത്തി വെക്കേയുള്ളൂ. അതറിയാവുന്നത് കൊണ്ടാ ഇപ്പൊ കുറച്ച് വിഷമിപ്പിച്ചിട്ടായാലും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ പേരിൽ ഒരിക്കലും ഡോക്ടർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഞാനതിന് സമ്മതിക്കുകയില്ല. ആ, നീ വന്നോ? എവിടെയായിരുന്നുടാ നീ ഇതുവരെ? നിനക്കിതെന്ത് പറ്റിയടാ? അവൻ ചോദിച്ചത് കേട്ടില്ലേ നീ? ഡാ വിവേകെ, എന്താടാ? നീ ഇത് ഏത് ലോകത്താടാ? അവൻ ചോദിച്ചത് വല്ലതും കേട്ടായിരുന്നോ നീ? എന്താടാ? അത് ശരി, അപ്പോ നീ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ ഇതുവരെ എവിടെയായിരുന്നെന്ന്? എടാ, ഞാനത് വിഷ്ണുവിന്റെ കൂടെ ഒന്ന് പുറത്തു പോയതായിരുന്നു. നിനക്കത് ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേടാ? അത് പെട്ടെന്ന് പോയതുകൊണ്ടാ ഞാൻ നിങ്ങളോട് പറയാതിരുന്നത്. ഞങ്ങൾ നാളെ ഈവനിങ് ഇവിടുന്ന് പോകും. ട്രെയിൻ ടിക്കറ്റ്സ് ഒക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അതെന്താടാ നിങ്ങൾ നാളെ തന്നെ പോകുന്നേ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാടാ. അതിന് നിങ്ങളിനി പുതിയ വീട് ഫുൾ ഓക്കെ ആയാലല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോകൂ. എടാ, ഒന്നാമത് ഞങ്ങളുടെ ലീവിന്റെ കാര്യത്തില് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്നും പറഞ്ഞ് ഇന്നലെ കൂടി ഓഫീസിൽ നിന്ന് മെയിൽ വന്നിരുന്നു. അത് തന്നെയല്ല, ഇവിടെ ഞങ്ങൾ ഇനി നിന്നാ ഞങ്ങൾക്കത് അത്ര ശരിയായി തോന്നുന്നില്ലടാ. ഇവിടെ ഉള്ളവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത് തന്നെയല്ല, ഇവിടുന്ന് ഞങ്ങളും അധികം വൈകാതെ തന്നെ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആവാനുള്ള കാര്യം നോക്കുക. പക്ഷെ അങ്ങള് പറഞ്ഞത് പുതിയ വീടിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടേ അങ്ങോട്ടേക്ക് മാറുള്ളൂ എന്നാണല്ലോടാ. ഏയ് ഇല്ലടാ, അതിനൊക്കെ ഇനി സമയമെടുക്കും. അതുവരെ ഇവിടെ നിൽക്കാൻ ഇനി പറ്റില്ല. എന്തായാലും ഞങ്ങൾ നാളെ തന്നെ പോകുവാടാ. ടിക്കറ്റ്സ് ഒക്കെ ഓക്കെ ആയ സ്ഥിതിക്ക് പോകുന്നത് തന്നെയാടാ നല്ലത്. നിങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് വേണം ഇനി അവിടെ വന്ന് ധൈര്യമായിട്ട് കുറച്ചു ദിവസം അടിച്ചു പൊളിക്കാൻ. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോടാ? എന്തായാലും നിങ്ങൾ പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനായിട്ട് ഇനി നിങ്ങളെ തടയുന്നില്ല. പിള്ളേരെ, എല്ലാരും താഴേക്ക് വന്നേ. വേണിമോളെല്ലാം എടുത്തു വെച്ചോ? അതെ ആന്റി, ഞങ്ങളിതേ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അവരെ എല്ലാവരെയും ഒന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതാണ് പാട്. മോളും ഉണ്ടായിരുന്നോ വേണിയുടെ കൂടെ? ആ, ഋതുക്കുട്ടി താഴെ ഉണ്ടായിരുന്നോ? വെറുതെ അല്ല, ഞാൻ വന്ന് നിന്നെ റൂമിൽ നോക്കിയപ്പോ കാണാഞ്ഞേ. നീ കണ്ടു പഠിക്കടി. നിന്നേലുള്ളതല്ലേ ഈ മോള്. നിനക്കും ഇവരുടെ കൂടെ ഇവിടെ വന്ന് നിന്ന് ഒന്ന് സഹായിച്ചു കൊടുത്താൽ എന്താടി? അയ്യോ ആന്റി, അവള് നേരത്തെ വന്നായിരുന്നു. ഞാനാ അവളെ ഇവിടുന്ന് ഓടിച്ചു വിട്ടത്. ഇവിടെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ചെയ്തു തീർക്കാവുന്ന ജോലിയൊക്കെ ഉള്ളൂ. മമ്മ അല്ലെങ്കിലും എന്നെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരു ചാൻസും വേസ്റ്റ് ആക്കാറില്ല എന്റെ വേണിയേച്ചി. ദാ എല്ലാരും വന്നല്ലോ. വാ, വന്നിരിക്ക്. അല്ല, ഒരാളുടെ കൂടി കുറവുണ്ടല്ലോ. ശരിയാണല്ലോ, വിവേക് എവിടെ? അവന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. തലവേദനയാണെന്ന്. തലവേദനയോ? കുറച്ചു മുമ്പ് കൂടി ഞാൻ അവനെ കണ്ടപ്പോ അവനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ കഴിക്കേ, ഞാൻ ചെന്ന് അവനെ വിളിച്ചോളാം. ആന്റി, അവനെ ആരും ചെന്ന് വിളിക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവനിപ്പോ ഉറങ്ങുവാ. എങ്കിൽ പിന്നെ അവൻ കിടന്നുറങ്ങിക്കോട്ടെ, ശല്യപ്പെടുത്തണ്ട. ഡോക്ടർ എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് അങ്ങ് ഇൻവോൾവ് ചെയ്യുന്നത്? എന്റെ കാര്യത്തില് ഡോക്ടർ ഒന്നിനും ഇൻവോൾവ് ചെയ്യരുത്. എന്റെ കാര്യത്തില് ഡോക്ടർക്ക് ഇങ്ങനെ ഇടപെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്കതിന് താല്പര്യവുമില്ല. അതുകൊണ്ട് പ്ലീസ് ഡോക്ടർ ഇനി ഇതുപോലെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വരരുത്. ഞാൻ എന്തിനാ ഇപ്പൊ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നേ?
ഋതുവിന് ഞാൻ അവളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവളതെന്നോട് തുറന്നു പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അവളുടെ ഇഷ്ടം എന്താന്ന് നോക്കാതെ അതിര് കടന്ന് പ്രവർത്തിച്ചത് ഞാനല്ലേ. ഇല്ല ഋതു, ഇനി ഞാനായിട്ട് നിന്റെ ഒരു കാര്യത്തിലും ഇടപെടില്ല. ഞാനങ്ങനെ മുഖത്തടിച്ചതുപോലെ പറയണ്ടായിരുന്നു. ഡോക്ടർക്ക് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നല്ല വിഷമമായിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാ ഡോക്ടർ താഴേക്ക് വരാതിരിക്കുന്നതെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ കാരണമല്ലേ ഡോക്ടർ ഫുഡ് പോലും കഴിക്കാതെ അവിടെ വിഷമിച്ചിരിക്കുന്നത്. ഇതാരാ ഇപ്പോ? താനോ? താനെന്താ ഈ സമയത്ത്? ഡോക്ടറിന്റെ തലവേദന മാറിയോ? അതറിയാനാണോ താൻ ഈ നേരത്തെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഡോക്ടർ ഒന്നും കഴിക്കാതെയല്ല കിടന്നത്. വാ, വന്ന് ഭക്ഷണം കഴിക്കേ. ഋതു, താൻ എന്തൊക്കെയായി കാണിക്കുന്നേ? താൻ ചെന്ന് കിടക്ക്. ഡോക്ടർ വന്ന് എന്തെങ്കിലും കുറച്ച് കഴിക്കേ. അത് കഴിഞ്ഞ് ഞാൻ പോയി കിടന്നോളാം. ഡോക്ടർ വാ, ഞാൻ ഫുഡ് എടുത്തു തരാം. ഋതു, താൻ ഈ ചെയ്യുന്നതും കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് എന്നോട് പറഞ്ഞതും തമ്മിൽ നല്ല അന്തരമുണ്ട്. ഞാനായിട്ട് ഇനി തന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരില്ലെന്ന് തന്നോട് പറഞ്ഞതല്ലേ. ഇപ്പൊ താനായിട്ടാണ് വീണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ട് വരുന്നത്. വേണ്ട ഋതു, താൻ ചെല്ല്. എനിക്ക് ഫുഡ് വേണമെങ്കിൽ അത് ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം. അതിന് താനിങ്ങനെ ഉറക്കം കളഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. ഞങ്ങളെന്നാ ഇറങ്ങുവാ. ട്രെയിൻ ഈവനിങ് അല്ലേടാ, ഇപ്പഴ ഇറങ്ങിയിട്ട് എന്തിനാ? എടാ, ഞങ്ങളിപ്പോ നേരെ എന്റെ കസിന്റെ വീട്ടിലോട്ട് പോകുക. അവിടെ ചെന്ന് അവനെയും കൂട്ടിയിട്ട് വേണം ഇനി ഞങ്ങൾക്ക് പോവാൻ. രണ്ടുപേരും വീട്ടിലെത്തിക്കഴിഞ്ഞ് വിളിച്ചേക്കണം. വിളിക്കാം അങ്കിൾ. എന്നാ ഇനി നിന്ന് ഞങ്ങള് സമയം കളയുന്നില്ല, ചെല്ലട്ടെ. ഓക്കേടാ, എത്തിയിട്ട് വിളിക്കേ. മമ്മ, പപ്പ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് മോനെ, നീ പറ. പപ്പ, നമുക്ക് ഉടനെ തന്നെ നമ്മുടെ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്താലോ? പുതിയ വീട്ടിലേക്കോ? അവിടെ അതിന് റിനോവേഷൻ നടക്കുമല്ലേടാ. നീ തന്നെയല്ലേ പറഞ്ഞത് ആ വീടിന്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ് അങ്ങോട്ട് മാറിയാ മതിയെന്ന്. പിന്നെ ഇപ്പോൾ എന്താ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാന്ന് പറയുന്നത്? എന്താടാ, നീ കാര്യം പറ. മമ്മ, അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഇന്നുകൂടി അവരെ വിളിച്ച് സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് എങ്ങനെ പോയാലും പണി കഴിയാൻ ഇനി 1 മാസമെങ്കിലും പിടിക്കുമെന്നാ. അത്രയും നാള് നമ്മൾ എങ്ങനെയാ ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ആഹാ, അത് കൊള്ളാലോ. അതെന്താ ഇവിടെ നിന്നാല്? 1 മാസമല്ല, ഇനി നിങ്ങൾ പോയില്ലേലും ഞങ്ങൾക്ക് ആർക്കും അതൊരു പ്രശ്നമേ അല്ല. അല്ലെങ്കിൽ തന്നെ നീ എപ്പം മുതലാ വിവേകെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്?
വേണിയേച്ചി അങ്ങനെയല്ല. വിവേകെ, നീ ഇനി ഒന്നും പറയണ്ട. ആദ്യം തീരുമാനിച്ചതുപോലെ തന്നെ വീടിന്റെ കംപ്ലീറ്റ് പണികളും കഴിഞ്ഞേ നിങ്ങൾ ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇപ്പൊ തൽക്കാലം നീ ഈ വിഷയം വിട്, എന്നിട്ടിരുന്ന് കഴിക്കാൻ നോക്ക്. ഡോക്ടറെ, താനോ? എന്താ? ഞാനന്ന് അങ്ങനെയൊക്കെ ഡോക്ടറിനോട് പറഞ്ഞതുകൊണ്ടാണോ ഡോക്ടർക്ക് ഇപ്പോ ഇവിടുന്ന് പോണോന്ന് തോന്നിയത്? താൻ അങ്ങനെ പറഞ്ഞതിന് ഞാൻ എന്തിനാടോ ഇവിടുന്ന് പോണോന്ന് പറയുന്നേ? അത് ഡോക്ടർ ഒന്ന് എന്റെ മുഖത്ത് നോക്കി പറയോ? എനിക്കറിയാം, ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് ഡോക്ടർക്ക് നല്ല സങ്കടായത് കൊണ്ടാ ഡോക്ടർ ഇപ്പൊ ഇവിടുന്ന് പോണോന്ന് പറയുന്നതെന്ന്. ഡോക്ടറിനെ സങ്കടപ്പെടുത്താനായിട്ട് പറഞ്ഞതല്ല ഞാൻ അങ്ങനെ. എനിക്ക് പേടിയാ ഡോക്ടറെ. ഞാൻ കാരണം ആർക്കും ഒന്നും സംഭവിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെയാണ് ഡോക്ടറിനോട് പറഞ്ഞത്. അല്ലാതെ ഡോക്ടറിനോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. എന്താ ഡോക്ടറെ എന്നോടൊന്നും പറയാത്തത്? ഞാൻ എന്താ പറയേണ്ടത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ തന്നോട്? തനിക്ക് ശരിക്കും ഞാൻ അങ്ങനെയൊക്കെ തന്റെ കാര്യത്തിൽ ഇടപെട്ടത് ഇഷ്ടപ്പെട്ടില്ലേ? ഡോക്ടറെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടൊന്നുമല്ല. ഡോക്ടർ അങ്ങനെ എനിക്ക് വേണ്ടി സംസാരിച്ച അവസാനം ഡോക്ടർക്ക് സങ്കടപ്പെടേണ്ടി വരുമെന്ന് എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോ തന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നത് കൊണ്ട് തനിക്കൊരു പ്രശ്നമില്ലെന്നല്ലേ അതിനർത്ഥം? എന്നാ ഇനി ഞാൻ പറയാൻ പോകുന്നത് താൻ നല്ലതുപോലെ ഒന്ന് കേട്ടോ. ഈ നിമിഷം മുതല് ഞാൻ തന്റെ കാര്യത്തിലൊന്ന് നല്ലതുപോലെ അങ്ങ് ഇടപെട്ട് തുടങ്ങാൻ പോകുക. അതിന്റെ പേരിൽ എന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ സാധനയുടെ ഇതെന്തും നോക്കി നിൽക്കുക. ഹലോ മാഡം, എന്താണ് രാവിലെ തന്നെ ഒരു ഒളിഞ്ഞു നോട്ടമൊക്കെ? അത് പിന്നെ കാണാൻ കൊള്ളാവുന്ന ഒന്ന് രണ്ട് ചെറുക്കന്മാര് അവിടെ കൂടി നടന്നു പോകുന്നത് കണ്ടപ്പോ വെറുതെ അതൊന്നും നോക്കി നിന്നേ ഉള്ളൂ. ഓ, എന്നിട്ട് ആരെങ്കിലും ഓക്കെ ആയോ? ഓ ഇല്ലെന്നേ. സത്യം പറയാലോ വിഷ്ണു, ഈ നാട്ടിൻപുറത്തൊക്കെയുള്ള ചെക്കന്മാരുടെ ഭംഗിയൊന്നും വേറെ എവിടെയും കാണാൻ കിട്ടില്ല. എന്തൊരു നാച്ചുറൽ ബ്യൂട്ടി അവർക്കൊക്കെ. ആള് ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ. ഇയാളോട് ആര് പറഞ്ഞു എന്നെ പറ്റി ഓരോന്നൊക്കെ അങ്ങ് വിചാരിക്കാൻ? ഓ, എന്താ രണ്ടും കൂടി ഒരു ചർച്ച? ഹേയ്, തന്റെ ചേച്ചിക്ക് ഇവിടുത്തെ ഈ പ്രകൃതിയൊക്കെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്ന് പറയുമായിരുന്നു. ഇവൾക്കതിന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നോ? ഡാടാ, മതി മതി. അല്ല, മക്കള് രണ്ടും കൂടി എന്തായിരുന്നു അവിടെ നിന്നോണ്ടൊരു ചർച്ച? ഓ, അപ്പോ നീ ഇവിടെ നിന്നോണ്ട് ഞങ്ങളെ വാച്ച് ചെയ്യുമായിരുന്നല്ലേ? അല്ല വിവേകെ, തന്റെ ചേച്ചി ഇത് ആരുടെ കാര്യമായി പറയുന്നേ? വേറെ ആരുടെയോ അല്ല വിഷ്ണു, എന്റെയും ഋതുവിന്റെയും കാര്യവാ. ഞങ്ങളവിടെ സംസാരിച്ചു നിൽക്കുന്നത് നോക്കി ഇവിടെ ഡിറ്റക്റ്റീവ് പണി എടുക്കുമായിരുന്നു ഇവള്. ആഹാ, എന്നിട്ട് ഋതു എവിടെ? ദേ അവിടെ തന്നെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുക. ഇവൾക്കിതെന്തു പറ്റി? എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കുന്നു. വിഷ്ണു, കാര്യമൊക്കെ ശരി, ഇവൻ എന്റെ അനിയനൊക്കെ തന്നെയാ. പക്ഷേ ഋതുവിന്റെ ആ നിൽപ്പ് കണ്ടിട്ട് എനിക്കെന്തോ വശപ്പിശക്ക് തോന്നുന്നുണ്ട്. ഡി ചേച്ചി, നീ പറഞ്ഞു ഇതെങ്ങോട്ടാടി പോകുന്നേ? വിഷ്ണു, ഇവൾക്ക് ഭ്രാന്താടോ? ഇവളി പറയുന്നതൊക്കെ കേട്ട് താൻ എന്നെ സംശയിക്കല്ലേ?
എന്താണോ സാഹിത്യ ഇത്? എന്തായാലും ഞാനൊന്ന് ചെന്ന് അവളോട് കാര്യം തിരക്കട്ടെ.